ആടിന്റെ കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ. അതുവരെ പെന്നാ ചെയ്യും. അതിനെന്നാന്ന് പണം കായ്ക്കുന്ന മരമല്ലയോ കയ്യില്, പിടിച്ചു കുലുക്കുക എടുക്കുക. ഏത് മരം? എടവേ SI ജോർജിന്റെ ഫോണുമായിട്ട് പോവുക, കാണിക്കുക, വരട്ടുക, ആവശ്യമുള്ള കാശ് മേടിച്ചു പോരുക. ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ. ഓ, ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ. രണ്ടെണ്ണം അടിച്ചേച്ച് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. വാ ആശാനെ, വക്കീല് തകർക്കുവാണല്ലോ. നെഹ്റു ട്രോഫി എത്തി. നാളെ ബോർഡ് മീറ്റിംഗാ. അതിനു മുമ്പേ നമ്മൾ അശോകൻ വക്കീൽ ട്രയൽ തുടങ്ങി വെച്ചാ. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള്, അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. നല്ല രസം പിടിച്ച് വരുമായിരുന്നു. വക്കീൽ നിർത്തിക്കളഞ്ഞു. ഇവളെങ്ങനെ ഇവിടെ? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഇത് നിന്റെ പരിപാടിയായിരുന്നല്ലേ? അയ്യോ, ഞാനല്ല, ഗോപം പറഞ്ഞിട്ടാ. അവൻ തന്നെ പ്രശ്നം. എങ്ങോട്ടാ മാമച്ച ധൃതിയില്? നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു, കയറെടുക്കാൻ പോവാ. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. അയ്യോ അയ്യോ മാമച്ച, 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 നെഞ്ചുവേദന. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോ. നെഞ്ചുവേദന നിനക്കാ? കുപ്പി കളഞ്ഞാ വരാം. അയ്യോ, എന്നെ നെഞ്ചുവേദന എടുക്കണേ. അയ്യോ മാമച്ച, കടത്തിലായിരിക്കും എന്നെ അടിക്കാൻ. ഞാനിപ്പോ ചത്തുപോയേ. എന്നെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണേ. അറിഞ്ഞോ? ഇല്ല. അറിഞ്ഞില്ലേ? ഇല്ലെന്നല്ലടാ പറഞ്ഞത്. ചക്കമണിയന് ഹാർട്ട് അറ്റാക്ക്. എപ്പോ? ഇപ്പൊ. കർത്താവേ, അവ ഒരുത്ത ഒന്ന് പോയി കിട്ടിയ ബാക്കി രണ്ടെണ്ണം എന്നെ കൈക്കൊതുങ്ങും. ചായ കൂപ്പി പൊട്ടിക്കടാ. ഒന്നുമില്ല. ചേട്ടൻ മദ്യപിക്കാറുണ്ടോ? സഞ്ചരിക്കുന്ന ഒരു കള്ള് ഷാപ്പാണ് ഡോക്ടർ. ഓ, അപ്പൊ അതാ കാര്യം. ഇന്നലെ കുറച്ച് ഓവറായി കാണും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴേ പെയിൻ മാറി. ഗ്യാസിന്റെയാ. വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നും കാണുന്നില്ല. ഇല്ലേ? ഇല്ല. എന്റെ പൊന്നു ഡോക്ടറെ, ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ. അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം. അറ്റാക്കോ? സ്വന്തമായിട്ട് വേലയെടുക്കാതെ ജീവിക്കുന്ന 3 ചേട്ടന്മാരാ. ഡോക്ടർക്ക് അറിയാലോ. ഇനി വേലയെടുക്കാതെ ജീവിച്ചാ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവുന്നു. ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി. മരണഭയം ഏത് മനുഷ്യനെ മാറ്റും എന്നാണല്ലോ. ശരി, വിളിക്ക്. സുഖു, വരവ് കണ്ടിട്ട് മണിയം മരിക്കുമെന്നാ തോന്നുന്നേ. ചേട്ടാ, റിസൾട്ട് കിട്ടിയോടാ? കിട്ടി. ഹൃദയം മാറ്റിവെക്കേണ്ടി വരൂ. എന്തിനാ മാറ്റിവെക്കുന്നേ? പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം? നിങ്ങൾ 3 പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു. നീ പേടിക്കണ്ട മണിയാ. മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? ഇത് പകരോ മാമച്ച? സൂക്ഷിച്ച്. അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കായിരുന്നു. വിറക് ഞാൻ ഓർഡർ ചെയ്യാം. ഇരിക്കെ. പതുക്കെ. എന്താ 3 പേർക്കും ജോലി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉവ്വ്. അതെങ്ങനെ, മോഷണം പതിവുണ്ടോ? അത് ഇവനാണ് വീട് നോക്കുന്നത്. നാണുണ്ടോ മിസ്റ്റർ? നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്ന നിങ്ങളുടെ ഇയാള് ക്ഷമിക്കും. പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല. അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും. നിങ്ങൾക്കുണ്ടായത് അതാണ്, മെറ്റബോളിക് സിൻഡ്രം. ഇതൊരു രോഗാവസ്ഥയാണ്. ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോ വേണമെങ്കിലും ഇത് സംഭവിക്കാം. സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം, കിഡ്നി ഡാമേജ് ആവാം, അറ്റാക്ക് വന്ന് മരിച്ചു പോവാം.
വെള്ളം ഇറക്കാൻ പറ്റാതെ കിടക്കണോ അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ? ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ. എങ്കിൽ ഇന്നു മുതൽ വ്യായാമം ചെയ്യണം. ശരീരം വയർക്കണം, അധ്വാനിക്കണം. ചെയ്യാൻ ഡോക്ടർ. ശരി, അടുത്ത മാസം 10-ാം തീയതി ഒന്ന് 3 പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം. ഓ എന്നാ ഞങ്ങളങ്ങോട്ട് പതുക്കെ. ഡോക്ടർക്ക് ഫീസ് കൊടുത്തില്ല ഇപ്പൊ വരെ. താങ്ക് യു ഡോക്ടർ. ഇതാണ് മെഡിക്കൽ എത്തിക്സ്. ഒരു കുടുംബം രക്ഷപ്പെട്ടു.